നമസ്കാരം. ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടേതെന്നതുപോലെ ഫലസ്തീൻ അറബികളുടേതാണ്. സയനിസ്റ്റുകൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ സഹായത്തോടുകൂടി ഫലസ്തീൻ മണ്ണ് അധിനിവേശം ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ, അതായത് 1938 മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകളാണ് ഇത്. അവിടെ നിന്നങ്ങോട്ട് നരേന്ദ്രമോദി അധികാരത്തിലേറുന്ന കാലം വരെയും ഫലസ്തീനെ ദേശത്തിനോട് ചേർന്ന് ഇന്ത്യ സ്വീകരിച്ചത് ഇതേ നിലപാട് തന്നെയായിരുന്നു. അതായത് ഇതിനിടയിൽ ഇന്ത്യ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നുണ്ട് എങ്കിലും ഫലസ്തീന് നിലപാട് മാറ്റം വരാതെ സൂക്ഷിക്കാനാണ് ഇന്ത്യ എന്നും ശ്രദ്ധിച്ചിരുന്നത്. ഇന്ത്യ പരമ്പരാഗതമായി തുടർന്നു പോകുന്ന ഈ ഒരു നിലപാടിന്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലാണ് പിന്നീടുള്ള മോദി സർക്കാരിന്റെ നയങ്ങൾ നീങ്ങിയത്. ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 2017 ജൂലൈയിലായിരുന്നു മോദിയുടെ ആദ്യ ഇസ്രായേൽ സന്ദർശനം. BJP അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ആദ്യമായി ഒരു ഇന്ത്യൻ രാഷ്ട്രപതി ഇസ്രയേൽ സന്ദർശിക്കുന്നത്. 2015 ഒക്ടോബറിൽ പ്രണബ് മുഖർജി ആയിരുന്നു ഇസ്രയേൽ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി. നരേന്ദ്രമോദി നിലവിൽ രണ്ടാമത്തെ ഔദ്യോഗിക ഇസ്രയേൽ സന്ദർശനമാണ് ഈ നടത്തിയിരിക്കുന്നത്. യുദ്ധക്കുറ്റത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. സെനറ്റിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ മോദി ഇന്ത്യയുടെ പരമ്പരാഗത നിലപാടിനെ വകവയ്ക്കാതെയും ഇന്ത്യൻ ജനതയുടെ വികാരത്തെ മാനിക്കാതെയും ഇന്ത്യ ഇസ്രായേലിനൊപ്പം എന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തെ അപലപിച്ച് മോദി ഇസ്രായേലിന്റെ ദുഃഖത്തിൽ പങ്കുകൊള്ളു എന്ന് പറഞ്ഞു. എന്തായാലും ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ചത് ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനൊപ്പമാണ്. എഫ്സ്റ്റീൻ ഫയലിന് ട്രംപിന് വേണ്ടി മോദി ഇസ്രായേൽ സന്ദർശിച്ച് നൃത്തം ചെയ്തു എന്ന പരാമർശം നിലനിൽക്കെയാണ് മോദിയുടെ ഈ ഔദ്യോഗിക ഇസ്രായേൽ സന്ദർശനം എത്തിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ കൂടിക്കാഴ്ച ഇന്ത്യ ഇസ്രായേലുമായി പ്രതിരോധ വാണിജ്യ കരാറുകൾ ഒപ്പുവെക്കുമെന്നാണ് പറയപ്പെടുന്നത്. 1947 ഇന്ത്യ UN നിന്നും ഇസ്രായേൽ എന്ന അധിനിവേശ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തെ എതിർക്കുന്നുണ്ട്. 1950 ഇന്ത്യ ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നുണ്ട് എങ്കിലും ഒരു വിധത്തിലുള്ള നയതന്ത്ര ബന്ധത്തിനും ഇന്ത്യ ഇസ്രായേലുമായി തയ്യാറായിരുന്നില്ല. ആയുധ കച്ചവടത്തിന്റെയും അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളുടെ പിന്തുണ കൊണ്ടും റോത്ത്ചൈൽഡ് പോലുള്ള സമ്പന്ന ജൂത കുടുംബം നൽകിപ്പോന്ന സാമ്പത്തിക സഹായത്തിന്റെ ബലത്തിലും വൻകിട രാജ്യമായി മാറിയ ഇസ്രായേലുമായി ഇടഞ്ഞു നിൽക്കാൻ ഇന്ത്യക്ക് അധിക കാലം സാധിച്ചിരുന്നില്ല. 1962 മുതൽ 71 വരെയുള്ള കാലഘട്ടത്തിൽ ചൈനയുമായും പാകിസ്ഥാനുമായും യുദ്ധത്തിൽ ഏർപ്പെട്ട ഇന്ത്യക്ക് ആയുധം നൽകിയതും ഇസ്രായേലായിരുന്നു. അതേസമയം തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇന്ത്യ പലസ്തീനുമായി ഏറെ അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്ന കാലമായിരുന്നു. 1974 പലസ്തീൻ ജനതയുടെ പ്രതിനിധി സംഘം എന്ന നിലയിൽ ഇന്ത്യ PLOവിൽ അംഗീകരിച്ചിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഭരണസമയത്ത് പലസ്തീന് വിപ്ലവകാരിയും PLOവിന്റെ നേതാവുമായ യാസിർ അറഫാത്ത് അനവധി തവണ തന്നെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇന്ദിരാഗാന്ധി അദ്ദേഹവുമായി സൗഹൃദം നിലനിർത്തിയും പോന്നിരുന്നു. 1988 ഇന്ത്യ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. ഇതിലൂടെ പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യത്തെ അറബ് ഇതര രാജ്യമായി ഇന്ത്യ മാറിയിരുന്നു. 1992 സാമ്പത്തിക നയത്തിൽ വന്ന മാറ്റങ്ങൾ കാരണം ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. പ്രസ്തുത തീരുമാനം അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹ റാവു യാസിർ അറഫാത്തിനെ അറിയിക്കുന്നുമുണ്ട്. അഥവാ അപ്പോഴും പലസ്തീനുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴരുത് എന്ന് ഇന്ത്യ അതിയായി തന്നെ ആഗ്രഹിച്ചിരുന്നു എന്നത് സാരം. ഇന്ത്യ കുറെ കൂടി ഇസ്രായേലുമായി അടുക്കുന്നതും നിരന്തരം പ്രതിരോധ കരാറുകൾ ഏർപ്പെടുന്നതും വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ്. 1998 മുതൽ 2004 വരെയുള്ള NDA ഭരണസമയം ഇസ്രായേലുമായി ഇന്ത്യ കൂടുതൽ അടുത്തപ്പോഴും പലസ്തീനിന്റെ നിലപാടിൽ വെള്ളം ചേർക്കാൻ വാജ്പേയി തയ്യാറായിരുന്നില്ല. 1999 കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യക്ക് ഇസ്രായേൽ നിരീക്ഷണം, ഡ്രോണുകളും മറ്റ് ആയുധങ്ങളും നൽകിയിരുന്നു. 2003 ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇന്ത്യ സന്ദർശിക്കുന്ന ആദ്യ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഷാരോൺ ആണ്. ബറാക്ക് 8 മിസൈലുകളടക്കം ഇന്ത്യ ഇസ്രായേലുമായി കരാറായതോടുകൂടി 2012 ആകുമ്പോഴേക്കും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിൽക്കുന്ന രണ്ടാമത്തെ രാജ്യമായി ഇസ്രായേൽ മാറിയിരുന്നു. മോദി പ്രതിദാനം ചെയ്യുന്ന ഹിന്ദുത്വ ആശയവും ഇസ്രായേൽ എന്ന അധിനിവേശ രാഷ്ട്രത്തിന്റെ അടിസ്ഥാനപരമായ സയനിസവും തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ കൊടുക്കൽ വാങ്ങലുകൾക്കപ്പുറം പ്രായോഗികമായി തന്നെ പരസ്പരം കൂടി കലർന്ന കാലഘട്ടമാണ് ഈ കഴിഞ്ഞ 12 വർഷം. 2019 കാശ്മീരിന് ഭരണഘടന അനുവദിച്ചു നൽകിയ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ കേന്ദ്ര ഭരണകൂടം ശേഷം കാശ്മീരികളെ നിരീക്ഷിക്കാൻ മാതൃകയാക്കിയത് ഇസ്രായേൽ പലസ്തീനെ നിരീക്ഷിക്കുന്ന രീതികളാണ്. ഇനി എന്തായാലും ഇസ്രായേലിനോടുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടും പലസ്തീനെ എങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.